ഈ ഒരു സംശയം എനിക്ക് മാത്രമല്ല, എന്റെ വീഡിയോ കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് വരെ ഉണ്ടാവാം. ഈ ബോട്ടിൽ ഒഴിവാക്കിയിട്ട് ക്യാനിൽ മാത്രം, അതായത് പെട്രോൾ കൊടുക്കുള്ളൂ എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു അർത്ഥം എന്താന്നുള്ളത് മനസ്സിലാവണില്ല. കാരണം ഇവര് പറയുന്നതനുസരിച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാനും കത്തിക്കാനും അതല്ലെങ്കിൽ ബോഡി കത്തിക്കാനൊക്കെ ഈ സാധനം ഉപയോഗിക്കും, പെട്രോൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ക്യാനിൽ കൊണ്ടുപോയാൽ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റൂല, ക്യാനിൽ കൊണ്ടുപോയി ഈ സാധനം കത്തൂലേ? എനിക്കറിയില്ല, നമ്മളത് ഉപയോഗിക്കാത്തതുകൊണ്ട്, അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യം. ഇപ്പൊ വരുന്ന പെട്രോൾ നമ്മൾ സാധാരണക്കാരായാലും പണക്കാരനായാലും അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് വാങ്ങുന്ന വണ്ടികളിലേക്ക് നമ്മൾ ടാക്സ് എടുത്ത്, നമ്മൾ റോഡ് ടാക്സ് കൊടുത്ത് റോട്ടിലിറക്കുന്ന വണ്ടികളിലേക്ക് നമ്മൾ ഒഴിക്കുന്ന പെട്രോള് കെമിക്കല് മിക്സ് ചെയ്ത പെട്രോൾ ആണ് എന്ന് പറയാൻ ഒരു മടിയും കാണിക്കണ്ട. കാരണം നമ്മളത് ബോട്ടിൽ വാങ്ങുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് പറഞ്ഞു, ഒരു 5 മിനിറ്റ് നമ്മൾ സംസാരം കഴിഞ്ഞാൽ ജ്യൂസ് കുടിക്കാൻ നോക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും വെള്ളം. അതിൽ എത്രമാത്രം വെള്ളം മിക്സ് ചെയ്ത് അതിൽ മാത്രം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസ, അതായത് പുറം നാട്ടിലൊന്നും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ ടാക്സും നികുതിയും കൊടുത്ത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള യഥാർത്ഥ പെട്രോൾ നമുക്ക് കിട്ടണ്ടേ? നിങ്ങളൊന്ന് പറ. കാരണം നമ്മുടെയൊക്കെ വണ്ടിയിൽ ഒരു സാധാരണക്കാരായ ഓട്ടോക്കാരനായാലും ശരി, ഒരു സാധാരണ ബൈക്കുള്ള ഒരാളാണെങ്കിൽ ശരി, നമ്മൾ ഒഴിക്കുന്ന പെട്രോൾ, അതായത് ഈ വണ്ടി കമ്പനികൾ എന്തായാലും, വാഹനങ്ങളുടെ കമ്പനികൾ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. കാരണം അവർക്ക് വണ്ടികൾക്ക് മെയിൻ്റെനൻസ് വരും, എഞ്ചിൻ പണി വരും, അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് ഇതിലേക്ക് കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിലുള്ള ആരും സംസാരിക്കൂല. സാധാരണക്കാരായ കുറച്ച് ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെമ്മാടിത്തരാണ്. ഇതിനെതിരെ ഇതിപ്പോ എന്തായാലും കേന്ദ്രം ഭരിക്കുന്ന ഒരാളുടെ മകന്റെ ആണെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെതിരെ അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ട് മാത്രം നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഇതുവരെ ആരും പ്രതികരിക്കാത്തതും അത് ഒരു BJPക്ക് എതിരായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ആയിട്ടൊക്കെ ആൾക്കാർ കണക്കൂട്ടും. അതല്ല, നമുക്ക് കിട്ടേണ്ട, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് കിട്ടേണ്ട മൂല്യം നമുക്ക് കിട്ടിയേ മതിയാവും. ഇതിനെതിരെ ശക്തമായ ശബ്ദങ്ങൾ ഉയരണം. ഇതിനെവിടെ ബാൻ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ല പെട്രോള്, നമ്മൾ അത്ര പൈസ മുടക്കിയിട്ടാണ് നമ്മൾ പെട്രോൾ മേടിക്കുന്നത്. അത് ഉണ്ടായിട്ടല്ല പല ആൾക്കാരും ഇതൊക്കെ അടിച്ച് ജീവിക്കുന്നത്. പക്ഷെ അവനവന്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്, നിവൃത്തികേടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. പല കോണിൽ നിന്നും ഇതിനെതിരെ ഉയരുന്നുണ്ട്. അറിയാത്ത ആളുകളിലേക്കൊക്കെ ഈ കാര്യങ്ങളൊന്ന് എത്തിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളോ അതല്ലെങ്കിൽ ഈ ബോട്ടിൽ ഒഴിവാക്കി ക്യാനൊക്കെ വാങ്ങണതിന്റെ ഒരു ലോജിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ടാട്ടോ. താങ്ക് യു.